இந்நாட்கள் முடியும் வரை என் ஜீவன் பிரியும் வரை என் சுவாசம் முடியும் வரை உம்மையே ஆராதிப்பே உம்மையே ആരാധിപ്പേ. ഇതിനകത്തിരിക്കുന്ന എല്ലാവരും ചേർന്ന് കരങ്ങളെ ചേർത്തടിച്ച് ഹല്ലേലൂയ. എല്ലാ കരങ്ങളെ ചേർത്ത് സന്തോഷത്തോടെ ആമേൻ. உம்மை ஆராதிப்பே உம்மை ஆராதிப்பே ஓ உம்மை ஆராதிப்பே உம்மை ஆராதிப்பே சேர்ந்தபட உம்மை ஆராதிப்பே உம்மை ஆராதிப்பே come on உம்மை ஆராதிப்பே ஓ உம்மை ஆராதிப்பே எல்லாரும் கரமடிச்சு உம்மை என் நாட்கள் முடியும் வரை என் ஜீவன் பிரியும் வரை என் சுவாசம் முடியும் வரை உம்மையே ஆராதிப்பே. என் நாட்கள் முடியும் வரை என் ஜீவன் பிரியும் வரை என் சுவாசம் முடியும் வரை உம்மையே ஆராதிப்பே உம்மையே ആരാധിപ്പേ. കരങ്ങളെ ചേർത്തടിച്ച് ദൈവത്തെ പാടി സ്തുതിക്കാമോ? ആമേൻ. സന്തോഷത്തോടെ അടുത്ത വരി പ്രകാരം പറയുന്നു, തായും കരുവിൽ ഉരുവാകും മുൻപേ നമ്മളെ അറിഞ്ഞ ഒരു ദൈവം, ഒരമ്മയുടെ ഉദരത്തിനാകുന്നതിന് മുമ്പേ നമ്മളെ പേർ ചൊല്ലി വിളിച്ച ദൈവം. ആമേൻ. தாயும் கருவில் உருவாகும் முன்னே பேர் சொல்லி அழைத்தவர் நீரே. தாயிலும் மேலாக அன்பு வைத்து நீர் எனக்காக ஜீவன் தந்தி பாடமோ. தாயும் கருவில் உருவாகும் முன்னே பேர் சொல்லி அழைத்தவர் நீரே. தாயிலும் மேலாக அன்பு வைத்து நீர் எனக்காக ஜீவன் தந்தி சேர்ந்து பாடமோ. என் நாட்கள் முடியும் வரை என் ஜீவன் பிரியும் வரை என் சுவாசம் முடியும் வரை உம்மையே ஆராதிப்பே. என் நாட்கள் முடியும் வரை என் ஜீவன் பிரியும் வரை என் சுவாசம் முடியும் வரை உம்மையே ஆராதிப்பே. என் நாட்கள் முடியும் வரை என் ஜீவன் பிரியும் வரை என் சுவாசம் முடியும் வரை உம்மையே ஆராதிப்பே உம்மையே ஆராதிப்பே. കരങ്ങളെ ചേർത്തടി സന്തോഷത്തോടെ ദൈവത്തെ നമ്മൾ പാടി സ്തുതിക്കാമോ? ഹല്ലേലൂയ ഹല്ലേലൂയ. இத்தனை முறை இடறினாலும் அத்தனையும் மன்னித்தீரே. நன்மையும் கிருபையும் தொடர செய்து என்னை மீண்டும் நடத்த வைத்தீரே. எத்தனை முறை இடறினாலும் அத்தனையும் மன்னித்தீரே.
நன்மையும் கிருபையும் தொடர செய்து நீர் எனக்காக மீண்டும் வருவேன். என் நாட்கள் முடியும் வரை சேர்ந்து பாடாமோ, என் ஜீவன் பிரியும் வரை, என் சுவாசம் முடியும் வரை உம்மையே ஆராதிப்பே. என் நாட்கள் முடியும் வரை, என் ஜீவன் பிரியும் வரை, என் சுவாசம் முடியும் வரை உம்மையே ஆராதிப்பே, உம்மையே ஆராதிப்பே. എല്ലാ കരങ്ങളെയും ചേർത്തടിച്ച് സന്തോഷത്തോടുകൂടെ ദൈവത്തെ നമ്മൾ പാടി സ്തുതിക്കുക. பாவி என்னை தள்ளிடாமல் அன்போடு அணைத்து கொண்டீரே, என்னோடு உம்மோடு சேர்த்து கொள்ள நீர் எனக்காக மீண்டும் வருவேரே. பாவி என்னை தள்ளிடாமல் அன்போடு அணைத்து கொண்டீரே, என்னையும் உம்மோடு சேர்த்து கொள்ள நீர் எனக்காக மீண்டும் வருவேரே. നിങ്ങളുടെ കരമടി അത്ര സുഖമില്ല. സന്തോഷത്തോടു കൂടെ നന്നായിട്ടൊന്ന് കരമടിക്കാം. വാ, വണ്ടർഫുൾ. അങ്ങനെ നമ്മൾ ചേർന്ന് ഈ പാട്ടിന്റെ അവസാന വരി പാടുന്ന വരി ഇപ്രകാരം: പാവി എന്ന് നമ്മൾ അറിഞ്ഞിട്ടും, നമ്മൾ പാപത്തിലാണ് ജീവിക്കുന്നതെന്ന് അറിഞ്ഞിട്ടും പാപത്തിൽ ജീവിക്കുകയും ജനിക്കപ്പെടുകയും നമ്മളെ തള്ളിക്കളയാതെ ശ്രദ്ധിച്ചേക്കണമേ. പാട്ടിന്റെ വരി ഇപ്രകാരമാണ്: പാവി എന്നാണെന്ന് നമ്മൾ അറിഞ്ഞിട്ടും, ദൈവം അറിഞ്ഞിട്ടും, ഞാൻ ചെയ്തതെല്ലാം പാപമാണ് എന്ന് അറിഞ്ഞിട്ടും, നമ്മളുടെ ചിന്തകൾ പാപമാണെന്ന് അറിഞ്ഞിട്ടും, നമ്മുടെ പ്രവൃത്തികൾ പാപമാണെന്ന് അറിഞ്ഞിട്ടും, നമ്മളുടെ വാക്കുകൾ, നോട്ടമായിക്കൊള്ളട്ടെ, നമ്മുടെ മേഖലയിൽ സകല മേഖലകളിൽ പാപം നിറഞ്ഞ ലോകത്തിൽ ജീവിക്കപ്പെടുമ്പോൾ നമ്മളെ പാപിയാണെന്ന് നമ്മൾ അറിഞ്ഞിട്ടും നമ്മെ സ്നേഹിച്ച ഒരു സ്നേഹമുണ്ട്. ആ ഒരു ഏറ്റവും വലിയ സ്നേഹമാണ് യേശുവിന്റെ സ്നേഹം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. നമ്മൾ പാപിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ കൂട്ടുകാർ നമ്മളെ ചേർത്ത് വെച്ചെന്ന് വരത്തില്ല. നമ്മൾ പാപിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ നിൽക്കുന്ന സഹോദരങ്ങളാരും നമ്മളെ ചേർത്ത് വെച്ചെന്ന് വരത്തില്ല. പക്ഷേ നമ്മളെ പാപിയാണെന്ന് അറിഞ്ഞാൽ നമ്മളെ ചേർത്ത് അണയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു യേശു ഉണ്ട് എന്നുള്ള കാര്യം ഇതിനകത്തിരിക്കുന്ന ആരും മറന്നു പോകരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറയുന്ന കാര്യം വ്യക്തമാകുന്നുണ്ടോ? പുറകില് കേൾക്കാവോ? അപ്പോ പാവി എന്ന് അറിഞ്ഞിട്ട് നമ്മളെ തള്ളിക്കളയാത്ത ഒരു സ്നേഹമുണ്ടെങ്കിൽ അപ്പന്റെ ഒരു സ്നേഹമല്ല, അമ്മയുടെ സ്നേഹമല്ല. അതൊന്ന് പറയുന്നത് നിങ്ങളൊന്ന് വിളിച്ചു പറഞ്ഞ് ആരുടെ സ്നേഹമാണ്? വിളിച്ചു പറഞ്ഞ് ആരുടെ സ്നേഹമാണ്? കേൾക്കുന്നില്ല. വിളിച്ചു പറഞ്ഞ്. അയ്യോ, യേശു എന്ന് പറയാൻ നാണക്കേടുന്നു. ഹല്ലേലൂയ. യേശുവിന്റെ സ്നേഹം കാരണമാണ് ഞാനിന്നിവിടെ നിൽക്കപ്പെടുന്നത്. യേശുവിന്റെ സ്നേഹം കൊണ്ട് സന്തോഷം കാരണം യേശുവിനെ സ്നേഹിച്ചത് കൊണ്ടാണ് നമ്മളിവിടെ ആയിരിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ യേശുവിന്റെ സ്നേഹത്തിന്റെ പുറത്ത് യേശുവിന്റെ സ്നേഹത്തിന്റെ വിലയാണ് നമ്മളിവിടെ സന്തോഷത്തോടെ ആയിരിക്കപ്പെടുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ചേർന്ന് പാട്ടുകാരൻ പാടുകയാണ്: പാവിയെന്ന് എന്നെ തള്ളിടാമൽ അൻപോട്. പാവി എന്ന് അറിഞ്ഞിട്ട് നമ്മളെ തള്ളിയിടാതെ കർത്താവിന്റെ സ്നേഹം കൊണ്ട് നമ്മളെ ചേർത്ത് വെച്ചു. അതുകൊണ്ട് നമ്മൾ പാടുന്നത്: നാൾക്കൾ മുടിയും വരെ, എൻ ജീവൻ പിരിയും വരെ, എൻ ശ്വാസം മുടിയും വരെ നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ? ദൈവത്തെ നമ്മൾ ആരാധിക്കും. നിങ്ങൾ റെഡിയാണോ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയിട്ട്? ഇതിനകത്തേക്കൊന്ന് യൗവനക്കാരായിരിക്കും, ആരും കാഴ്ചക്കാരായിട്ട് എനിക്ക് ഇവിടെ ആവശ്യമില്ല. ഇവിടെ കാഴ്ചക്കാരല്ല, നമ്മളെല്ലാവരും ചേർന്ന് ഒരുമിച്ച് സന്തോഷത്തോടെ ചിരിച്ച മുഖത്തോടുകൂടെ, എങ്ങനെ ചിരിച്ച മുഖത്തോടുകൂടെ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി പോകണം. Are you ready? Come on, ചേർന്ന് കരമടിച്ച് amen. കരമടിച്ച് hallelujah. പാവി എന്നെ തള്ളിടാം அன்போடு அழைத்து கொண்டீரே, என்னையும் உம்மோடு சேர்த்து கொள்ள நீர் எனக்காக மீண்டும் வருவே. ഒന്നുകൂടെ പാടാമോ?
பாவி என்று என்னை தள்ளிடாமல் அன்போடு அணைத்து கொண்டீர். என்னையும் உம்மோடு சேர்த்து கொள்ளே நீர் எனக்காக ஜீவன் வரும். അതുകൊണ്ട് നമ്മൾ ചേർന്ന് என் நாட்கள் முடியும் வரை என் ஜீவன் பிரியும் வரை என் சுவாசம் மொழியும் வரை உம்மையே ஆராதிப்பே. என் நாட்கள் முடியும் வரை என் ஜீவன் பிரியும் வரை என் சுவாசம் மொழியும் வரை உம்மையே ஆராதிப்பே. അതുകൊണ്ട് ചേർന്ന് പാടാമോ? ആരാധനൈ ഉമക്കേ. Come on. ആരാധനൈ ഉമക്കേ, ആരാധനൈ ഉമക്കേ, ആരാധനൈ ഉമക്കേ. Only the beat. ആരാധനൈ ഉമക്കേ. Come on. ആരാധനൈ. ശബ്ദം പോരാ. ആരാധനൈ. വണ്ടർഫുൾ. ഒന്നുകൂടെ ചേർന്ന് പാടാം. ആരാധനൈ. ഓ ജീസസ്, എനിക്ക് ഇത്ര സന്തോഷമുണ്ട്. സ്വർഗത്തിൽ ദൈവത്തിന് എന്തുമാത്രം സന്തോഷം കാണും. Come on, ചേർന്ന് കരമടിച്ച്. ആരാധനൈ ഉമക്കേ, ആരാധനൈ ഉമക്കേ, ആരാധനൈ ഉമക്കേ, ആരാധനൈ ഉമക്കേ. ആരാധനൈ ഉമക്കേ, ആരാധനൈ ഉമക്കേ, ആരാധനൈ ഉമക്കേ, ആരാധനൈ ഉമക്കേ, ആരാധനൈ ഉമക്കേ, ആരാധനൈ ഉമക്കേ. പാടാമോ? ആരാധനൈ. ഓ ആരാധനൈ. മലയാളത്തിൽ പാടാമോ? ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന. അതുകൊണ്ട് ചേർന്ന് നമ്മൾ പാടുന്നു. ആരാധന അങ്ങേക്ക്. Come on everybody. ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്. എൻ നാൾക്കൾ முடியும் വരെ என் ஜீவன் பிரியும் வரை என் சுவாசம் மொழியும் வரை உம்மையே ஆராதிப்பே. என் நாட்கள் முடியும் வரை என் ஜீவன் பிரியும் வரை என் சுவாசம் மொழியும் வரை உம்மையே ആരാധിപ്പേ, ഉമ്മയെ ആരാധിപ്പേ. കരമടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താമോ? ഇരു കരങ്ങളെ ചേർത്ത് തലയ്ക്ക് മുകളിൽ കരത്തി അടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തി. എത്ര വലിയ സ്നേഹമാണ് യേശുവിന്റെ സ്നേഹം. എത്ര വലിയ സ്നേഹമാണ് അവൻ നമുക്ക് നൽകപ്പെട്ടെന്നറിയാമോ? ഹല്ലേലൂയ. നമ്മൾ വീണ്ടും ചില ഗാനങ്ങൾ കൂടി ഒരുമിച്ച് ചേർന്ന് കർത്താവിനെ ആരാധിക്കാൻ വേണ്ടി പോവുകയാണ്. ആമേൻ. ഹല്ലേലൂയ. എത്ര പേർക്ക് പകൽ സന്തോഷമുണ്ട്? ഇന്ന് വൈകികളിൽ സന്തോഷമുള്ള ഒരു ഹല്ലേലൂയ പറയാമോ? പോരാ. ഹല്ലേലൂയ. ആനന്ദത്തോടെ ആടും എൻ കാൽകൾ, ആനന്ദത്തോടെ ആടും. ആനന്ദത്തോടെ ആടും എൻ കാൽകൾ, ആനന്ദത്തോടെ ആടും. ഈ പാട്ട് എത്ര പേർക്ക് അറിയാം? ഈ പാട്ട് എത്ര പേർ കേട്ടിട്ടുണ്ട്? അപ്പൊ ഈ പാട്ട് നമ്മൾ ആനന്ദത്തോടെ ആടുന്നത് ഇരുന്നു കൊണ്ടാണോ? ആനന്ദത്തോടെ ആടാൻ പോവുകയാണ്. എങ്ങനെ ആടാൻ പോവുകയാണ്? സന്തോഷത്തോടുകൂടെ, ചിരിച്ച മുഖത്തോടുകൂടെ, നമ്മൾ നൃത്തത്തോടുകൂടി കർത്താവിനെ ആരാധിക്കാൻ വേണ്ടി പോവുകയാണ്. എത്ര പേരെ കർത്താവിനെ സന്തോഷത്തോടെ ആരാധിക്കുവാൻ നിങ്ങൾ റെഡിയാണ് എന്ന് പറയുന്ന ഒരു നല്ലൊരു ഹാലലുയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. നമുക്ക് ഈ സ്ഥലത്ത് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് നമ്മൾ ചേർന്ന് ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി പോവുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആനന്ദത്തോടെ ആടും പാട്ട് പാടുമ്പോൾ നമ്മൾ ആനന്ദത്തോടെ ആടുമെന്ന് പറയുമ്പോൾ
ഒരു കാലിങ്ങോട്ട് ആടണം. അടുത്ത പ്രാവശ്യം പറയുമ്പോൾ ഇങ്ങോട്ട് ആടണം. എങ്ങനെ? ആനന്ദത്തോടെ ആടും എൻ കാലുകൾ, ആനന്ദത്തോടെ ആടും. നിങ്ങൾ സ്റ്റെപ്പ് വയ്ക്കുന്നവരാണെന്നും നന്നായിട്ട് ഡാൻസ് കളിക്കാമെന്നുള്ള കാര്യത്തെ നിങ്ങളുടെ അപ്പനമ്മമാരെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെല്ലാവരും മുൻപന്തിയിൽ ഞാൻ വിളിച്ചത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരും ഇവിടെ വെറുതെ നിൽക്കരുത്. നിങ്ങളുടെ ചിരിച്ച മുഖം മാത്രമല്ല, നിങ്ങളുടെ ശരീരം മുഴുവനും മനസ്സും ഇവിടെ വേണം. എനിക്കറിയാം നിങ്ങൾ കൊച്ചി TV കാണുന്നവരാണ് എന്നും നന്നായിട്ട് റീൽസ് ഒക്കെ ചെയ്യുന്നവരാണ് എന്നും നല്ല സോഷ്യൽ മീഡിയയിൽ നല്ല പരിചിതമായിട്ടുള്ള ഫേസുകളാണെന്ന് എല്ലാവർക്കും അറിയാം. എന്നിരുന്നാൽ തന്നെയും നിങ്ങൾ ഇവിടെ ഡാൻസ് ചെയ്യണം, പാടണം, നമ്മൾ ആരാധിക്കണം. ആർ യു റെഡി? ആർ യു റെഡി? ആർ യു റെഡി? Come on, say yes. Are you ready? Let's celebrate our Jesus. Hallelujah. One, two, three, go. കണ്ടാലും ഇത്ര വലിയ കരുണേന്മേൽ ചൊരിഞ്ഞ് ചങ്കു പിടിഞ്ഞെടുത്തൻ, കണ്ടാലും ഇത്ര വലിയ കരുണേന്മേൽ ചൊരിഞ്ഞ് ചങ്കു പിടിഞ്ഞെടുത്തൻ, കരകൾ കഴുകി നന്നായി ആളൊഴിഞ്ഞ വിടുപോയിരുന്ന എണ്ണായുസിനെ രാജകോലാഹലം കൊണ്ടു നിറച്ചു ജീവിപ്പിച്ച് ആനന്ദത്തോടെ ആടും എൻ കാലുകൾ, ആനന്ദത്തോടെ ആടും, ആനന്ദത്തോടെ പാവം, ആനന്ദത്തോടെ ആടും. ചിരിച്ച മുഖത്തോടെ ആടും എൻ കാലുകൾ ആനന്ദത്തോടെ. 1, 2, 3, go. ആനന്ദത്തോടെ ആടും എൻ കാലുകൾ ആനന്ദത്തോടെ ആടും, ആനന്ദത്തോടെ ആടും എൻ കാലുകൾ ആനന്ദത്തോടെ. Come on, everybody sing with me. ആനന്ദത്തോടെ ആടും എൻ കാലുകൾ ആനന്ദത്തോടെ ആടും. ഭൂഗോളമുണ്ടാകും മുമ്പേ താൻ എന്നെ അറിഞ്ഞോനെ, പണ്ടു പണ്ടു പണ്ടേ പേരു ചൊല്ലി വിളിച്ചോനെ. ഭൂഗോളമുണ്ടാകും മുമ്പേ താൻ എന്നെ അറിഞ്ഞോനെ, പണ്ടു പണ്ടു പണ്ടേ പേരു ചൊല്ലി വിളിച്ചോനെ. പൊന്നു തമ്പുരാൻ തന്റെ കോടാകോടി ദൂതരുമായി എന്നെ തന്നോടു കൂടെ കൊണ്ടുപോകാൻ വരുമെന്ന് ആനന്ദത്തോടെ ആടും. കാലുകൾ ആടിയില്ലെങ്കിൽ കരമടിച്ചു ആനന്ദത്തോടെ ആടും എൻ കാലുകൾ. നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും ചില വ്യക്തികൾ ഈ സിയോൻ പർവ്വതം പോലെ ഞാൻ അനങ്ങത്തില്ല ബ്രദറെ, എന്തൊക്കെ പറഞ്ഞാലും ശരി തന്നെ ബ്രദറെ, നിങ്ങൾ ചെയ്യുന്നത് വളരെ തെറ്റാണ്, അതുകൊണ്ട് തന്നെ എന്റെ കാലുകളൊന്നും അനങ്ങത്തില്ല. ഞാൻ സിനിമ പാട്ടാണെങ്കിൽ ഭയങ്കരമായിട്ട് സ്റ്റെപ്പ് ഇടും, റീൽസ് ഒക്കെ ചെയ്യും. എന്തുവാ ശരിയല്ലേ ബ്രദർ? എങ്ങനെ മനസ്സിലായി? എനിക്കറിയാതെ നിങ്ങളുടെ ഫേസ് എല്ലാം ഫേസ്ബുക്കിലൊക്കെ ഉണ്ട്, വൈറലാണ്. നിങ്ങൾ അറിഞ്ഞില്ല. ഈ പാട്ടിന്റെ വരികൾ ഇപ്രകാരമാണ്: ഭൂഗോളം ഉണ്ടാകും മുമ്പേ താൻ എന്നെ അറിഞ്ഞോനെ, പണ്ടു പണ്ടു പണ്ടേയും പേര് ചൊല്ലി വിളിച്ച ആരാണ്? മോനെ നിന്റെ പേര് ചൊല്ലി വിളിച്ചത് ആരാടാ? എനിക്ക് പേരിട്ടതേ ആരെന്ന് എനിക്കറിയില്ല, എന്നിട്ടാണ് ഇനി അടുത്ത പേര് ചൊല്ലി വിളിച്ചതാരെന്ന് നോക്കുന്നത്. നമ്മളെ പേര് ചൊല്ലി വിളിച്ച് നമ്മുടെ ദൈവമാണ്. യിരെമ്യാ പ്രവാചന പുസ്തകത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്: അമ്മയുടെ ഉദരത്തിനകത്ത് ഉരുവാകുന്നതിന് മുൻപേ എന്നെയും നിങ്ങളെ പേര് ചൊല്ലി വിളിച്ചത് ആരെന്നറിയാമോ? ലോകമല്ല, അപ്പനല്ല, അമ്മയല്ല, ദൈവമാണ്. നമ്മൾ ആരാധിക്കുന്നത് നമ്മുടെ ഈ കരങ്ങൾ നമ്മൾ ദൈവം തന്നില്ലേ? അത് നമ്മൾ ആർക്ക് വേണ്ടി കൊടുക്കണം എന്നറിയാമോ? ദൈവത്തിന് വേണ്ടി കൊടുക്കണം. നമ്മുടെ കരങ്ങള്, നമ്മുടെ കണ്ണുകൾ, നമ്മുടെ വാക്കുകൾ ദൈവത്തിന് വേണ്ടി നമ്മൾ കൊടുക്കപ്പെടണം. നമ്മൾ സ്തുതിക്കുന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് നമ്മൾ ദൈവത്തെ ആരാധിക്കപ്പെടണം. നമ്മൾ ഫസ്റ്റ് ദൈവത്തിന് പ്രയോറിറ്റി കൊടുക്കപ്പെടുമ്പോൾ ബാക്കിയുള്ളതെല്ലാം സർവത്രവും വന്നോളും. ഞാൻ നിങ്ങളുടെ കുഞ്ഞു പ്രായത്തിലൊക്കെ ദൈവത്തെ ഭയങ്കരമായിട്ട് ആരാധിക്കുമായിരുന്നു, ഭയങ്കരമായിട്ട് ദൈവത്തെ സ്തുതിക്കുമായിരുന്നു. ഞാൻ എൻ്റെ പരിസരം നോക്കാതെ ആരാധിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നു? അതല്ല, നമ്മുടെ ആരാധന എന്ന് പറയുന്നത് ഞാനും ദൈവവുമായിട്ടുള്ള കമ്മിറ്റ്മെന്റ്സ് ആണ് ആരാധന എന്ന് പറയുന്നത്. മൂക്കിന് താഴെ ശ്വാസമുള്ള സകല വ്യക്തികളും ദൈവത്തെ ആരാധിക്കേണ്ടത് ശ്വസിക്കുന്ന മനുഷ്യരുടെ ഉത്തരവാദിത്വമാണ്. കാരണം ആദാമിന് ഹവ്വയെ ശ്വാസം ഉണ്ടായത് ഭൂമിയിൽ നിന്നല്ല, ആദാമിന് ഹവ്വയെ ശ്വാസം കൊടുത്തത് യഹോവയായ ദൈവമായതുകൊണ്ട് അവനെ ആരാധിക്കേണ്ടത് നമ്മുടെ ഏവരുടെയും
ഉത്തരവാദിത്വമാണ്. നിങ്ങൾ ശ്വസിക്കുന്ന ശ്വാസം ഇത് ലോകത്ത് ഞാൻ തന്നതല്ല, ഇത് ദൈവം നിങ്ങൾക്ക് തന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അറിയാമോ? ദൈവത്തെ ഭയങ്കരമായിട്ട് ആരാധിക്കണം. നിങ്ങൾ ആരാധിക്കണം, ദൈവത്തെ സ്തുതിക്കണം. ഇത് സ്തുതിക്കപ്പെടുമ്പോൾ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കപ്പെടും. അതുകൊണ്ട് നമ്മൾ ചേർന്ന് കരമടി സന്തോഷത്തോടെ ചേർന്ന് പാടാമോ? 1 2 3 go. Come on. എല്ലാ കരങ്ങളെയും ചേർന്നടിച്ചു. കണ്ടാലും ഇത്ര വലിയ കരുണയൻ ചൊരിഞ്ഞ് ചങ്കു പിഴിഞ്ഞെടുത്ത കരകൾ കഴുകി നന്നായി. കണ്ടാലും ഇത്ര വലിയ കരുണയൻ ചൊരിഞ്ഞ് ചങ്കു പിഴിഞ്ഞെടുത്ത കരകൾ കഴുകി നന്നായി. ആളൊഴിഞ്ഞ വീട് പോയിരുന്ന എന്നായുസിനെ രാജകോലാഹരം കൊണ്ടു നിറച്ചു ജീവിപ്പിച്ച് ആനന്ദത്തോടെ ആടും എൻ കാലുകൾ, ആനന്ദത്തോടെ ആടും, ആനന്ദത്തോടെ ആടും എൻ കാലുകൾ, ആനന്ദത്തോടെ ആടും. ഭൂഗോളം ഉണ്ടാകും മുമ്പേ താൻ എന്നെ അറിഞ്ഞോനെ, പണ്ടേ എൻ പേരു ചൊല്ലി വിളിച്ചോനെ. ഭൂഗോളം ഉണ്ടാകും മുമ്പേ താൻ എന്നെ അറിഞ്ഞോനെ, പണ്ടേ എൻ പേരു ചൊല്ലി വിളിച്ചോനെ. പൊന്നു തമ്പുരാൻ തന്റെ കോടാകോടി ദൂതരുമായി എന്നെ തന്നോടുകൂടെ കൊണ്ടുപോകാൻ വരുമെന്ന് ആനന്ദത്തോടെ ആനന്ദത്തോടെ ആടും എൻ കാലുകൾ. ആനന്ദത്തോടെ ആടും എൻ കാലുകൾ, ആനന്ദത്തോടെ ആടും. Come on everybody. ഓ ആനന്ദത്തോടെ ആടും എൻ കാലുകൾ. ഓ കൂടെ നടന്ന കൂട്ടർ പാതി വഴി വിട്ടിട്ടോടി സങ്കേതത്താൽ സ്തംഭിച്ചു. കൂടെ നടന്ന കൂട്ടർ പാതി വഴി വിട്ടിട്ടോടി സങ്കടത്താൽ സ്തംഭിച്ചു, ഒറ്റപ്പെട്ടു പോയെന്നാലും സന്ധ്യകൾ വിലാപം വന്നു നിഴൽ മൂടിയാലും രാവിലെ ആനന്ദമൻ കണ്ണിൻ മുൻപിൽ വിളയാണ്. ഈ വരിയിൽ ഇപ്രകാരമാണ് പറയുന്നത്: കൂടെ നടന്ന കൂട്ടർ പാതി വഴി വിട്ടിട്ട് போயிட்டா எல்லாமே போயிட்டியா. ஆனா உனக்கு ஒரு நல்ல வாழ்க்கை இருக்கு. கூட നടന്നവരെല്ലാം പാതി വഴി ഇട്ടേച്ചു പോയി. നിങ്ങൾ രാത്രി മുഴുവൻ കരഞ്ഞിരുന്നിരുന്നാലും, ഒരു പകൽ മുഴുവൻ കൂടെ ഉണ്ടായിരുന്ന വ്യക്തികൾ പകുതി വഴിക്ക് ഇട്ടേച്ചു പോയിരുന്നാലും, വചനം പാട്ടുകാരൻ പാടുകയാണ്, അടുത്ത് പ്രഭാതമാകുമ്പോഴത്തേക്കും കർത്താവിന്റെ ആനന്ദം എന്റെ കൺമുൻപിൽ വരുമെന്നാണ്. കാരണം രാവിലെ ആരെങ്കിലും നിങ്ങൾ ഇട്ടേച്ചു പോയിരുന്നാൽ രാത്രി നിങ്ങൾ ദൈവസ്ഥലിൽ നിന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസമാകുമ്പോഴത്തേക്കും നിന്റെ ദൈവം കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പ് ദൈവം തരപ്പെടുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് പാടുകയാണ്: കൂടെ നടന്ന കൂട്ടർ പാതി വഴി വിട്ടിട്ടോടി സങ്കടത്താൽ സ്തംഭിച്ചു. ഓ കൂടെ നടന്ന കൂട്ടർ പാതി വഴി വിട്ടിട്ടോടി സങ്കടത്താൽ സ്തംഭിച്ചു, ഒറ്റപ്പെട്ടു. സന്ധ്യകൾ വിലാപം വന്നു നിഴൽ മൂടിയാലും രാവിലെ ആനന്ദമൻ കണ്ണിൻ മുമ്പിൽ വിളയാടും. ആനന്ദത്തോടെ ആടും എൻ കാലുകൾ, ആനന്ദത്തോടെ ആടും. Come on everybody sing with me. ആനന്ദത്തോടെ ആടും എൻ കാലുകൾ. എല്ലാവരും ചേർന്ന് പാടുക. ആനന്ദത്തോടെ ആടും എൻ കാലുകൾ, ആനന്ദത്തോടെ ആടും. ഓ ആനന്ദത്തോടെ ആടും എൻ കാലുകൾ. ചേർന്ന് പാടാമോ?
യാകുന്നവൻ അവനെന്റെ ഉപനിധിയെ എൻ പാറയാകുന്നവൻ എൻ പരിചയാകുന്നവൻ അവനെന്റെ അവനെന്റെ ശൈലം എൻ കോട്ടയും അവനെന്റെ രക്ഷ എൻ ആശ്രയം അവനെന്റെ ശൈലം എൻ കോട്ടയും അവനെന്റെ രക്ഷ എൻ ആശ്രയം എൻ ധാരയാകുന്നവൻ എൻ പരിചയ